നമസ്കാരം. വി.ഡി. സതീശൻ നയിക്കുന്ന കാലത്തോളം യു.ഡി.എഫിലേക്ക് ഇല്ലെന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പി.വി. അൻവർ. താൻ എന്തും അംഗീകരിക്കുമെന്ന് പറഞ്ഞതാണെന്നും പക്ഷേ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അൻവർ പറയുന്നു. എല്ലാവരും കൂടി ചവിട്ടി മൂലക്കിരുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. താൻ നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നും അൻവർ പറഞ്ഞു. മത്സരിക്കാൻ കോടികൾ എത്ര വേണം? കോടികൾ പൊടിക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. തൻ്റെ കയ്യിൽ പണമില്ല എന്നും അൻവർ വ്യക്തമാക്കി. ഘടകകക്ഷിയാകാത്തതിന് പിന്നിൽ വി.ഡി. സതീശനാണെന്നും അൻവർ ആരോപിച്ചു. താൻ യു.ഡി.എഫിലേക്ക് എത്തുന്നതിനെതിരെ മുന്നണിയിലെ തന്നെ ചില നേതാക്കൾ നിലകൊണ്ടുവെന്ന് പി.വി. അൻവർ തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ പരാമർശവും. മുന്നണി പ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ്. അതിൽ വ്യക്തത വന്നിട്ടില്ല, കാത്തിരിക്കുകയാണ്. പിണറായി സത്തിനെതിരെ പോരാട്ടം നടത്തി ഇറങ്ങി വന്നയാളാണ് ഞാൻ. എന്നെ സഹായിച്ച ആ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കേണ്ട യു.ഡി.എഫ് നേതൃത്വത്തിലെ ചിലർ അതിന് തയ്യാറായിട്ടില്ല എന്നായിരുന്നു പി.വി. അൻവർ ആരോപിച്ചത്. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം സോഷ്യലിസമാണെന്നും അൻവർ പറഞ്ഞു. പിണറായി സത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പിൻവലിക്കില്ല. ജാതി മത രാഷ്ട്രീയത്തിലേക്ക് CPIM വഴിമാറി സഞ്ചരിച്ചു എന്നും അൻവർ ആരോപിക്കുന്നു. യു.ഡി.എഫിനൊപ്പം കൂടണമെന്ന് ഒരിക്കൽ പോലും താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഒപ്പം വരണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. P.K. കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനം നടന്നില്ല. ഒടുക്കം തനിക്ക് വേണ്ടി കാൽ പിടിക്കരുതെന്ന് അങ്ങോട്ട് പറയുകയായിരുന്നുവെന്നും പി.വി. അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.